വരൾച്ചയിൽ നശിച്ച കൃഷിനാശത്തിന് ഒരു വർഷമായിട്ടും നഷ്ടപരിഹാരം ലഭിക്കാതെ വയനാട് പുൽപ്പള്ളിയിലെ കർഷകർ. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിൽ ഉണ്ടായ രൂക്ഷമായ വരൾച്ചയിലാണ് കൃഷി നശിച്ചത്. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഇതുവരെയും കൃഷിവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വയനാട്ടിലെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളാണ് കരിഞ്ഞുണങ്ങിയത്. ആദായം ലഭിച്ചുകൊണ്ടിരുന്ന കമുങ്ങ്, കുരുമുളക്, കാപ്പി, ഏലം, വാഴ തുടങ്ങിയ കൃഷികൾ വരൾച്ചയിൽ കരിഞ്ഞുണങ്ങിയതോടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃഷിയിൽ നിന്ന് പിന്മാറേണ്ട അവസ്ഥയിലായി കർഷകർ. വരൾച്ചയിൽ കൃഷി നശിച്ച കർഷകരുടെ കൃഷിയിടങ്ങൾ മന്ത്രിമാർ ഉൾപ്പെടെ നേരിട്ടെത്തി വരൾച്ച ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കൃഷിനാശത്തിന് അടിയന്തര സഹായം നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നവർക്ക് ഒരു വർഷമായിട്ടും നഷ്ടപരിഹാരം നൽകാൻ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. ധാരാളം കൃഷികൾ നശിച്ചു പോയിട്ടുണ്ട്. കുരുമുളക് കൃഷി, അതുപോലെ തന്നെ വാഴ, കാപ്പി, റബ്ബർ തുടങ്ങിയ കൃഷികളൊക്കെ തന്നെ പല കൃഷിക്കാരുടെയും ഉണങ്ങി നശിച്ചു പോയിട്ടുള്ള വസ്തുത സംസ്ഥാന മന്ത്രി തന്നെ ഇവിടെ നേരിട്ട് സന്ദർശിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നാളിതുവരെ ഒരു നയാ പൈസ പോലും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൃഷിക്കാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഫണ്ടില്ല എന്ന കാരണമാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൃഷി നശിച്ച കർഷകർക്കുള്ള സാമ്പത്തിക സഹായം വേഗത്തിൽ വിതരണം ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് രൂപം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷക സംഘടനകൾ. കൃഷികൾ പൂർണ്ണമായും നശിച്ചതോടെ കൃഷി ആവശ്യങ്ങൾക്കായി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കർഷകർ പറഞ്ഞു. ന്യൂസ് മലയാളം, വയനാട്.